നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതികരിക്കാത്തൊരു ക്യാമ്പസിനെയാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദ്യം ചെയ്യാത്തൊരു ക്യാമ്പസിനെയാകും. അങ്ങനെ ഒരു ക്യാമ്പസ് ഇവിടെ സൃഷ്ടിക്കാമെന്ന് ഒരു പൊന്നു തമ്പുരാനും വിചാരിക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. AC റൂമിൽ കുത്തിയിരുന്ന് സിൻഡിക്കേറ്റ് യോഗം നടത്തുന്ന മഹാനുഭാവന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ കസാരയിലെത്തിയിരുന്ന് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ നികുതി പണം കൊണ്ടാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ സ്വപ്നമാണ് മലയാള സർവകലാശാല. ആ മലയാള സർവകലാശാലയെ ഇല്ലാതാക്കാനാണ് തീരുമാനമെങ്കിൽ ഒരു കാര്യം SFI അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു: വിദ്യാർത്ഥി വിരുദ്ധമായ, സർവകലാശാല വിരുദ്ധമായ ഏതെങ്കിലും ഒരു തീരുമാനം, ഓർഡർ ഇറക്കാനാണ് തീരുമാനമെങ്കിൽ ഒരു സിൻഡിക്കേറ്റ് മെമ്പറും ഈ കവാടം വിട്ട് പുറത്തു പോകില്ല എന്നാണ് SFIക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി പാടില്ല, ഒത്തുകൂടാൻ വേണ്ടി പാടില്ല, സമരം ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതിലെല്ലാം മുൻകൂട്ടി അനുമതി വാങ്ങണമെന്നാണ് ഇവിടുത്തെ പുതിയ നിയമം. മുൻകൂട്ടി അനുമതി വാങ്ങാൻ ഇതെന്തെങ്കിലും മറ്റു പരിപാടിയാണോ? നിങ്ങളുടെ അനുമതി വാങ്ങി, നിങ്ങളുടെ പെർമിഷൻ വാങ്ങി സമരം നടത്താൻ SFI കിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്. അങ്ങനെ മുൻകൂട്ടി അനുമതി വാങ്ങി, മുൻകൂട്ടി പെർമിഷൻ വാങ്ങി സമരം നടത്താനുള്ള ഒരു കേന്ദ്രമല്ല മലയാള സർവകലാശാല. ഈ മലയാള സർവകലാശാലയിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ സമരങ്ങൾ ഏറ്റെടുത്തുള്ളത് എന്നുള്ളതാണ്. ഞങ്ങളുടെ മൗലികമായ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന മൗലിക അവകാശമാണ് സംഘടിക്കാനും ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം. അങ്ങനെ സംഘടിക്കാനുള്ള ഞങ്ങളുടെ മൗലികാവകാശത്തെയാണ് ഈ വിദ്യാർത്ഥി കോഡ് എന്ന പേരിൽ ഈ സിൻഡിക്കേറ്റ് ഇന്ന് പരിഗണിക്കുന്ന ഈ പ്രധാനപ്പെട്ട വിഷയം എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ രണ്ടാവശ്യങ്ങളാണ് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മലയാള സർവകലാശാലയുടെ പൊതു പരീക്ഷാ സംവിധാനം, പൊതുപ്രവേശന പരീക്ഷാ സംവിധാനം നിലനിർത്തണം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്താനുള്ള സർവകലാശാലയുടെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്യണമെന്ന രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ സമരത്തിന്റെ മുൻപാകെ ഞങ്ങളിവിടെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഈ പോലീസിനെ കണ്ടും ഈ സംവിധാനങ്ങൾ കണ്ടുമാണ് SFI ഇവിടെ സമരം അവസാനിപ്പിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ SFI ഇവിടെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സമരം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചത് എന്ന് ഞങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല. ഈ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഈ സമരാവശ്യങ്ങൾ അംഗീകരിച്ചു എന്ന് ഉറപ്പ് തന്നില്ലെങ്കിൽ ഈ പോലീസും ഈ വാതിലും അടിച്ചു വലിച്ചുകൊണ്ട് ഉള്ളിൽ കയറി സിൻഡിക്കേറ്റ് യോഗത്തിന്റെ ഉള്ളിലിരിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് SFI എന്ന് ഞങ്ങൾ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഖാക്കളെ, അവസാനിക്കാത്ത സമരങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പതിറ്റാണ്ടുകളോളം, വർഷങ്ങളോളം നാം നേടിയെടുത്തിട്ടുള്ള നമ്മുടെ സംഘടനാ സ്വാതന്ത്ര്യത്തെ നിരോധിച്ചു കളയാനാണെങ്കിൽ നിരോധനങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല SFI എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ സഖാക്കൾ, ഞങ്ങളുടെ പ്രവർത്തകർ കേരളത്തിന്റെ കലാലയങ്ങളിൽ നടത്തിയ സമരങ്ങൾക്ക് തുടർച്ചയുണ്ടാകും. ആ സമരങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾ SFI സംഘടിപ്പിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാക്കളെ, ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ഈ തീരുമാനം തിരുത്തുന്നത് വരെ സമരവുമായി SFI ഈ മലയാള സർവകലാശാലയുടെ മുന്നിലുണ്ടാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ SFI സഖാക്കളെയും SFIയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.